നന്മ 24ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ കേർവെൽ ചാരിറ്റബിൾ സൊസൈറ്റി ചന്ദന മരത്തൈകൾ നട്ടു. ഇതിന് ഉദ്ഘാടനം HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ സീനിയർ മാനേജർ ഡോക്ടർ റെജി കൃഷ്ണ നിർവഹിച്ചു. ഓരോ വിത്തും ഒരു നന്മയാണ്, ഓരോ നന്മയും നമ്മളാണ്. ഒരു തൈ നടുന്നു നാം നാളെ ഈ മണ്ണിൽ ഒരു വസന്തോത്സവം തീർക്കാം. ഒരു തൈ നടുന്നു നാം നാളെ ഈ മണ്ണിൽ ഒരു വസന്തോത്സവം തീർക്കാം. ചന്ദനമരം അതിൻ്റെ പേരിൽ നമുക്ക് അമ്പലത്തിന്റെ പരിസരത്ത് നടന്നാണ് അതിന്റെ ഒരു നല്ലതെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്ര വളപ്പ് തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പുരാതന ക്ഷേത്രമായ ഈ വാമന ക്ഷേത്രത്തിന്റെ പരിസരത്ത് നടുവാൻ നമ്മളിന്ന് തീരുമാനമെടുത്തത്. സമഗ്രവും സാംസ്കാരികവുമായ ഒരു പുരോഗതിയിലേക്ക്, ഒരു ജീവിതശൈലിയിലേക്ക്, അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് കേരള ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രധാന ലക്ഷ്യം. അതിനോടനുബന്ധിച്ച് നമ്മൾ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ക്യാമ്പസുകൾ തോറും സ്കൂളുകൾ തോറും ഒക്കെ ഈ ലഹരിമുക്ത കേരളം എന്ന ഒരു പുതിയ സംവിധാനത്തിലേക്ക് കേരളത്തിലെ യുവജനങ്ങളെയും വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെയും കൊണ്ടുവരിക എന്ന മുഖ്യമായ ലക്ഷ്യം സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലഡ് ഉൾപ്പെടെയുള്ള കലാമിറ്റീസിൽ, പ്രകൃതിദത്തമായ ദുരന്തങ്ങളിൽ കേരളത്തിൽ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഓറ്റിസം ബാധിച്ചവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു സംവിധാനത്തിലേക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നൂതനമായ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് ഇന്ന് ഗ്ലോബൽ രംഗത്ത്, ലോക പാരിസ്ഥിതിക രംഗത്ത് സംഭവിച്ചിരിക്കുന്ന ദുരിതാവസ്ഥയ്ക്കൊരു ചെറിയ പരിഹാരം ഈ പരിപാവനമായ ക്ഷേത്രാങ്കണത്തിൽ നമ്മൾ ചന്ദന വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഇതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ഡോക്ടർ റെജി സാറാണ്. എല്ലാ ദിവസവും മരം നടുന്ന ഒരു ശൈലിയിലേക്ക് ഒരു തുടക്കമാവട്ടെ എന്ന രീതിയിൽ ഇന്ന് നമ്മൾ ഈ പുണ്യമായ സ്ഥലത്ത് ഈ പറയുന്ന ചന്ദനമരം നട്ടുകൊണ്ട് ഈ ക്ലൈമാറ്റിക് ചേഞ്ച് ഇഷ്യൂസ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഈ ഇടയ്ക്ക് കളമശ്ശേരിയിൽ മേഘസ്ഫോടനം ഉണ്ടായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ പ്രകൃതിയോടെ ഉണ്ടാകുന്ന പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു തടസ്സം വരുമ്പോഴാണ് ഇതുമാതിരിയുള്ള പ്രകൃതിക്ഷോഭങ്ങളും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കെയർ പോലത്തെ സംഘടനകൾ ഈ പറയുന്ന എല്ലാ ദിവസവും ഓരോ മരം നടന്ന ഒരു രീതിയിലേക്ക് വരണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. മാത്രമല്ല, ഇതേമാതിരിയുള്ള പ്രവൃത്തികൾ കെയർ ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇന്നിപ്പോൾ ഈ പരിപാവനമായ ഈ ക്ഷേത്രാങ്കണത്തിൽ പരിസ്ഥിതിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിന് നേർവഴി കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്കൊരു പ്രചോദനം നൽകുന്നതിന് വേണ്ടി, ഇവിടെ വരുന്ന ഭക്തർക്ക് പ്രചോദനം നൽകുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൂടി നമ്മൾ ഇത്തരത്തിൽ ഒരു ചന്ദനമരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, കാഞ്ഞിരം ചാരിയാൽ കാഞ്ഞിരം മണക്കും എന്ന് പറയുന്നത് പോലെ നമ്മൾ ചന്ദനം മണക്കുന്നതിന് വേണ്ടി, ലോകത്ത് മുഴുവൻ നന്മ ഉണ്ടാകുന്നതിന് വേണ്ടി, മനുഷ്യരിൽ നന്മ ഉണ്ടാകുന്നതിന് വേണ്ടിയൊക്കെ ഉള്ളൊരു പ്രതീകാത്മകമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണിത്. ഇത് നമ്മൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇതിൻ്റെ സെക്രട്ടറി പറഞ്ഞതുപോലെ ഈ സംസ്ഥാനത്തൊട്ടാകെ തന്നെ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആയിട്ടുള്ള ഒരു ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ ഈ ചന്ദനമരം നട്ട് പരിപാവനമായ ഈ ഓണത്തിൻ്റെ അല്ലെങ്കിൽ നന്മയുടെ പ്രതീകമായ ഈ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. എന്നെ വിളിച്ചപ്പോൾ തന്നെ ശ്രീ അലിയാരോട് ഇത് പറയുകയുണ്ടായി. അപ്പം നമുക്കിത് പരിപാലിക്കാനും കൂടി എന്തെങ്കിലും ഒരു സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ ഇവിടെയൊക്കെ കൂട് വെച്ചിരിക്കുന്നതാണല്ലോ. ഇത് ഞങ്ങളിപ്പുറത്തുള്ള, ഞാൻ ഈ ഭാഗത്താണ് താമസിക്കുന്നത്, റെസിഡൻസ് അസോസിയേഷൻ നട്ട മരങ്ങളാണ്. ഞങ്ങളപ്പം തന്നെ ഒരു കൂടൊക്കെ വെച്ച് അങ്ങനെ സംരക്ഷിച്ചിട്ടുണ്ട്. ഏറ്റവും ഉത്തമമായ ഒരു തീരുമാനമാണ്. ഞാൻ ചാരിറ്റി സംഘടനയുടെ പേരിൽ ജനുവരി 5-ന് ഈ ജൂൺ 5-ന് 150 തൈകൾ, പലതരത്തിലുള്ള വൃക്ഷങ്ങൾ എറണാകുളത്തിൻ്റെ ഭാഗത്ത് നടുകയുണ്ടായി, പല സംഘടനകളുടെയും യോജിപ്പോടുകൂടി. എന്നാൽ അതെല്ലാം വീടുകളിലും സ്കൂളിൻ്റെ പരിസരത്തുമാണ് ചെയ്തത്. എന്നാൽ അതിലും ഉപരി ഈ ലക്ഷോപലക്ഷം
ആളുകൾ വർഷം തോറും കൂടുന്ന ഈ പരിപാലനമായ സ്ഥലത്ത് ചന്ദനമരം നടുക എന്ന് പറയുന്നത് വളരെ വിശിഷ്ടമായ ഒരു പരിപാടിയാണ്. സസ്യങ്ങളും ജന്തുക്കളും ബാക്ടീരിയയും വൈറസും തുടങ്ങി സകലമാന ജീവജാലങ്ങളും അവയെ നിലനിർത്തുന്ന കരയും കടലും കായലും നദിയും മലയും വനവും ഉൾക്കൊള്ളുന്നതാണ് ജൈവ വൈവിധ്യം. എല്ലാ വർഷവും മെയ് 22-ാം തീയതി അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം ആചരിക്കുന്നതിന് പുറമെ ജൈവ വൈവിധ്യത്തിന്റെ സന്ദേശം പൊതുസമൂഹത്തിലെത്തിക്കുന്നതിന് കരുത്തുകൂട്ടാനായി ജൈവ വൈവിധ്യത്തെ ആഘോഷിക്കുക എന്നതാണ് പരിസ്ഥിതി ദിന സന്ദേശമായി ഐക്യരാഷ്ട്രസഭ സ്വീകരിച്ചത്.